ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിഷാദ്. ബി പോസിറ്റീവ് ഓൺലൈൻ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഏതാണ് ചോദിച്ചാൽ, മത്സര പരീക്ഷകളിൽ ആവർത്തിക്കുന്ന ഒരു വിഭാഗമായ ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടാണ് അല്ലേ. ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ മിസോറാം, മേഘാലയ, ത്രിപുര, സിക്കിം, നാഗാലാൻഡ് 5 സംസ്ഥാനങ്ങൾ അല്ലെ നമ്മൾ പൂർണ്ണമായി തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന നമ്മുടെ സംസ്ഥാനം, അതായത് വടക്കിഴക്കൻ സംസ്ഥാനം ഏതാണ് ചോദിച്ചാൽ മണിപ്പൂർ സംസ്ഥാനത്തെ കുറിച്ചാണ്. ഏതാണ്? മണിപ്പൂർ സംസ്ഥാനത്തെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പേനയും പേപ്പറും കയ്യിൽ കരുതുക. എൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്യേണ്ട അവസരങ്ങൾ കൂടെ റിപ്പീറ്റ് ചെയ്യുക. നമുക്ക് തുടങ്ങാം മണിപ്പൂർ സംസ്ഥാനത്തെ കുറിച്ച് അല്ലെ. ശ്രദ്ധിക്കുക, മണിപ്പൂരുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പോയിന്റുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. മണിപ്പൂർ എന്നാണ് രൂപീകരിച്ചതെന്ന് ചോദിക്കാം. 1972 ജനുവരി മാസം 21 മണിപ്പൂർ സംസ്ഥാനം രൂപീകരിച്ചത്. മനസ്സിലാക്കി വെക്കുക, 1972 ജനുവരി മാസം 21 മണിപ്പൂർ സംസ്ഥാനം രൂപീകരിച്ചതെന്ന് അറിഞ്ഞിരിക്കുക. അപ്പം മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചപ്പോൾ അല്ലെ, നമ്മുടെ ത്രിപുര സംസ്ഥാനം പഠിപ്പിച്ച സമയത്തായിരുന്നാലും മേഘാലയ സംസ്ഥാനം പഠിപ്പിച്ചിരുന്ന സമയത്തായിരുന്നാലും ഞാൻ പറഞ്ഞു 1972 ഇമ്പോർട്ടൻസ് എന്താ. 1972 ജനുവരി 21 ഇന്ത്യയിൽ 3 സംസ്ഥാനങ്ങളാണ് രൂപീകൃതമാകുന്നത് അല്ലെ. ഏതൊക്കെയാ? മണിപ്പൂരുണ്ട്, മേഘാലയ ഉണ്ട്, ത്രിപുര ഉണ്ട്. ഈ 3 സംസ്ഥാനങ്ങളും രൂപീകൃതമായത് എന്ന് തന്നെയാണ് 1972 ജനുവരി 21 തന്നെയാണ്. അപ്പോൾ 1972 രൂപീകരിക്കപ്പെട്ട സംസ്ഥാനങ്ങൾ എൻ്റെ കൂടെ പറയുക: മണിപ്പൂർ, മേഘാലയ, ത്രിപുര. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോയാൽ ശ്രദ്ധിക്കുക, മണിപ്പൂരിന്റെ തലസ്ഥാനം ഏതാണ് ചോദിച്ചാൽ ഇംഫാൽ ആണ്. മണിപ്പൂരിന്റെ തലസ്ഥാനം ഏതാണ്? ഇംഫാൽ. മണിപ്പൂരിന്റെ തലസ്ഥാനം ഏതാണ്? ഇംഫാൽ. മാത്രമല്ല മണിപ്പൂരിന് ഒരു വാണിജ്യ തലസ്ഥാനമുണ്ട് അല്ലെ. മണിപ്പൂരിന് ഒരു തലസ്ഥാനം കൂടാതെ ഒരു വാണിജ്യ തലസ്ഥാനമുണ്ട്, ട്രേഡ് ക്യാപിറ്റൽ ഉണ്ട്. ചോദിച്ചാൽ മോറെയാണ് മണിപ്പൂരിന്റെ വാണിജ്യ തലസ്ഥാനം. നിങ്ങൾ കാണാൻ സാധിക്കും, മോറെയാണ് മണിപ്പൂരിന്റെ വാണിജ്യ തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. മാത്രമല്ല മ്യാൻമാറിലേക്കുള്ള കവാട നഗരം എന്നറിയപ്പെടുന്ന പ്രദേശം ചോദിച്ചാലും മോറെയാണ്. മ്യാൻമാറിലേക്കുള്ള കവാട നഗരം, മ്യാൻമാറിലേക്കുള്ള അല്ലെങ്കിൽ പ്രവേശന കവാട നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഈ മോറെ എന്ന് പറയുന്ന പ്രദേശമാണ്. ഇത് കൂടാതെ മണിപ്പൂരിൽ എത്ര ജില്ലകളുണ്ട് ചോദിച്ചാൽ 16 ജില്ലകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. എത്ര രാജ്യസഭ ചോദിച്ചാൽ 1 രാജ്യസഭ, 2 ലോകസഭ. അപ്പൊ നോക്കുക, 16 ജില്ലകൾ, 1 രാജ്യസഭ, 2 ലോകസഭ അടങ്ങുന്നതാണ് മണിപ്പൂർ സംസ്ഥാനം. അപ്പൊ ഈ ഭാഗത്ത് നോക്കിയ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം. തലസ്ഥാനം ഇംഫാലാണ്. വാണിജ്യ തലസ്ഥാനം ചോദിച്ചാൽ മോറെയാണ്. മോറയുടെ മറ്റൊരു പ്രത്യേകതയാണ് മ്യാൻമാറിലേക്കുള്ള കവാട നഗരം അല്ലെങ്കിൽ പ്രവേശന കവാട നഗരം എന്നെല്ലാം അറിയപ്പെടുന്ന മോറെയാണ്. മണിപ്പൂരിൽ ഉൾപ്പെട്ടിട്ടുള്ള ജില്ലകൾ 16, രാജ്യസഭ 1, ലോകസഭ 2. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോയാൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഭാഷകൾ അല്ലെ, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സംസ്ഥാനം പഠിച്ചാൽ അവിടുത്തെ ലാംഗ്വേജ് മനസ്സിലാക്കുക എന്നത്. മണിപ്പൂരി ഭാഷയാണ് പ്രധാനമായും പ്രചാരത്തിലുള്ളത്. ഇംഗ്ലീഷ് ഭാഷയൊക്കെ ഉണ്ട്, മറ്റ് ചില ലാംഗ്വേജുകളും അവിടെ പ്രചാരത്തിലുണ്ടെങ്കിൽ തന്നെയും മണിപ്പൂരി ഭാഷയുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. നോക്കാം മണിപ്പൂരി ഭാഷ. അപ്പൊ മണിപ്പൂരി ഭാഷ അറിയപ്പെടുന്ന മറ്റൊരു പേര് അല്ലെ ചോദിക്കാം, മീതൈ അല്ലെങ്കിൽ മെയ്തി അല്ലെങ്കിൽ മീതൈ, രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. മെയ്തി അല്ലെങ്കിൽ മീതൈ എന്നറിയപ്പെടുന്ന ഭാഷയാണ് ഏത്? മണിപ്പൂരി ഭാഷ എന്ന് മനസ്സിലാക്കുക. അപ്പൊ മണിപ്പൂരി ഭാഷ അറിയപ്പെടുന്ന മറ്റൊരു പേര് പഠിച്ചു വെക്കുക, മെയ്തി അല്ലെങ്കിൽ മീതൈ കേട്ടോ. രണ്ടും ഒന്ന് തന്നെയാണ്, മാറിപ്പോരുത് കേട്ടോ. അവിടുത്തെ നൃത്തരൂപങ്ങൾ നോക്കിയാൽ ആ നൃത്തരൂപങ്ങളിൽ നമുക്ക് മണിപ്പൂരി എന്ന് പറയുന്ന കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ലായ് ഹരേബ. അപ്പൊ മണിപ്പൂരി, ലായ് ഹരേബയാണ് പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങൾ. അപ്പൊ ഈ ഭാഗത്ത് നോക്കിയ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം. അവിടുത്തെ ഭാഷകൾ ആണ് നോക്കിയത്. അതിൽ മണിപ്പൂരി ഭാഷയെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. മണിപ്പൂരി ഭാഷ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മെയ്തി അല്ലെങ്കിൽ മീതൈ എന്നാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങൾ ചോദിച്ചാലും അതിൽ മണിപ്പൂരി എന്ന് പറയുന്ന കലാരൂപം ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ലായ് ഹരേബ എന്ന നൃത്തരൂപം
നിലനിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാലും മണിപ്പൂരാണ്. അതുപോലെ തന്നെ ഈ മണിപ്പൂരി നൃത്തത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? ശ്രീകൃഷ്ണന്റെ, ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിത സന്ദർഭങ്ങൾ ഉൾക്കൊള്ളുന്ന നൃത്തരൂപമാണ് ഇത് മണിപ്പൂരി നൃത്തരൂപം. ഒരിക്കൽ കൂടി പറയാം, ശ്രീകൃഷ്ണൻ അല്ലെ, നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിത സന്ദർഭങ്ങൾ ഉൾക്കൊള്ളുന്ന നൃത്തരൂപം ഏതെന്ന് ചോദിച്ചാൽ മണിപ്പൂരി നൃത്തരൂപമാണ്. ലോകത്തിന് മണിപ്പൂരി എന്ന് പറയുന്ന നൃത്തരൂപം പരിചയപ്പെടുത്തി കൊടുത്തത് ആരും ചോദിക്കാം, അത് രവീന്ദ്രനാഥ് ടാഗോറാണ്. മാത്രമല്ല മണിപ്പൂരിലെ എന്തുകൂടിയാണ്, ഒരു ക്ലാസിക്കൽ നൃത്തരൂപം കൂടിയാണ് മണിപ്പൂരി എന്ന് പറയുന്നത്. മണിപ്പൂരിലെ ഒരു ക്ലാസിക്കൽ നൃത്തരൂപം കൂടിയാണ് ഇത് മണിപ്പൂരി നൃത്തരൂപം. അപ്പൊ മനസ്സിലാക്കി വെക്കുക, മണിപ്പൂരിലെ ക്ലാസിക്കൽ നൃത്തരൂപമാണ് മണിപ്പൂരി. ശ്രീകൃഷ്ണന്റെ ജീവിത സന്ദർഭങ്ങൾ ഉൾക്കൊള്ളുന്ന നൃത്തരൂപമാണ് മണിപ്പൂരി. ഈ മണിപ്പൂരി എന്ന് പറയുന്ന നൃത്തരൂപം അല്ലെങ്കിൽ കലാരൂപം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് ആരും ചോദിക്കാം, രവീന്ദ്രനാഥ ടാഗോർ ആണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, മണിപ്പൂരിലെ ഒരു ക്ലാസിക്കൽ നൃത്തരൂപമാണ് മണിപ്പൂരി. പരീക്ഷകൾക്ക് പ്രധാനമായും ചോദിക്കുന്ന ഒരു വിഭാഗമാണ് ക്ലാസിക്കൽ നൃത്തരൂപങ്ങളുമായി ബന്ധപ്പെട്ട്. നിങ്ങൾ കാണാൻ സാധിക്കും എത്ര ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ അംഗീകരിക്കപ്പെട്ട 8 ക്ലാസിക്കൽ നൃത്തരൂപങ്ങളാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. അതിൽ ഒരു നൃത്തരൂപമാണ് മണിപ്പൂരി. ബാക്കിയുള്ള നൃത്തരൂപങ്ങൾ കൂടി നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആയത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കുക. മറ്റ് നൃത്തരൂപങ്ങൾ നോക്കിയാൽ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളാണ് പറയുന്നത്. മോഹിനിയാട്ടമുണ്ട്, അതുപോലെ തന്നെ കഥകളിയുണ്ട്, ഭരതനാട്യമുണ്ട്, അതുപോലെ തന്നെ കഥക്, അതുപോലെ തന്നെ കുച്ചിപ്പുടി, മണിപ്പൂരി, ദെൻ ഒഡീസി, സാത്രിയ. ഇതാണ് 8 ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം, മോഹിനിയാട്ടം, കഥകളി, ഭരതനാട്യം, കഥക്, അതുപോലെ തന്നെ കുച്ചിപ്പുടി, മണിപ്പൂരി, ഒഡീസി, അതുപോലെ തന്നെ സാത്രിയ. ഇത്രയുമാണ് ക്ലാസിക്കൽ നൃത്തരൂപം എന്ന് പറയുന്നത്. ഈ ക്ലാസിക്കൽ നൃത്തരൂപം ഉൾപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങളും പഠിച്ചു വെക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. എൻ്റെ കൂടെ തന്നെ ആവർത്തിച്ചോളൂ. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കും. മോഹിനിയാട്ടം ഏത് സംസ്ഥാനത്തിൻ്റെ ക്ലാസിക്കൽ നൃത്തരൂപമാണ് ചോദിച്ചാൽ കേരളമാണ്. അതുപോലെ തന്നെ കഥകളി ഏത് സംസ്ഥാനത്തിൻ്റെ ക്ലാസിക്കൽ നൃത്തരൂപമാണ് ചോദിച്ചാൽ കേരളമാണ്. അപ്പോൾ കേരളത്തിന് 2 ക്ലാസിക്കൽ നൃത്തരൂപമുണ്ട്. ഏതൊക്കെയാ? മോഹിനിയാട്ടവും കഥകളിയും. ഓക്കെ, അതുകൂടാതെ ഭരതനാട്യം ചോദിച്ചാൽ അത് ഉൾപ്പെട്ടിട്ടുള്ളത് തമിഴ്നാടിലാണ്. കഥക് എവിടത്തെ സംസ്ഥാന അല്ലെങ്കിൽ ക്ലാസിക്കൽ നൃത്തരൂപം ചോദിച്ചാൽ ഉത്തർപ്രദേശാണ്. കുച്ചിപ്പുടി ബന്ധപ്പെട്ടിരിക്കുന്നത് ആന്ധ്രാപ്രദേശാണ്. മണിപ്പൂരി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മണിപ്പൂരാണ്. ഒഡീസി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒഡീഷയിലാണ്. ദെൻ സാത്രിയ ചോദിച്ചാൽ ആസാമുമാണ്. ഒരിക്കൽ കൂടി പറയാം, മോഹിനിയാട്ടം കേരളം, കഥകളി കേരളം, ഭരതനാട്യം തമിഴ്നാട്, കഥക് ചോദിച്ചാൽ ഉത്തർപ്രദേശ്, ദെൻ കുച്ചിപ്പുടി ചോദിച്ചാൽ ആന്ധ്രാപ്രദേശ്, മണിപ്പൂരി ചോദിച്ചാൽ മണിപ്പൂർ, ദെൻ ഒഡീസി ചോദിച്ചാൽ ഒഡീഷ, സാത്രിയ, ആസാം. ഇത്രയുമാണ് ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ. 8 എണ്ണമാണ്. അത് ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളുമാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കിയത്. ഓക്കെ, ദെൻ മണിപ്പൂരിലേക്ക് തിരിച്ചു വന്നാൽ മണിപ്പൂരുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട അടിസ്ഥാന കാര്യങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഫെസ്റ്റിവലുകൾ അല്ലെ, ആഘോഷങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട 2 ഫെസ്റ്റിവലാണ്. ഒന്ന് യോസാങ്ങും അതുപോലെ തന്നെ ലായ് ഹരേബ. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ ഒരു പോയിന്റ് ആണ് ലായ് ഹരേബ. ലായ് ഹരേബ എന്ന് പറയുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു നൃത്തരൂപം കൂടിയാണ് ലായ് ഹരേബ. മാത്രമല്ല അവിടുത്തെ ഒരു ഫെസ്റ്റിവൽ കൂടിയാണ് ലായ് ഹരേബ. ലായ് ഹരേബ കൂടാതെ യോസാങ് എന്ന് പറയുന്ന ഫെസ്റ്റിവൽ നിലനിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാലും മണിപ്പൂരാണ്. ഓർമ്മിച്ചു വെക്കുക. ഓക്കെ, ദെൻ അടുത്ത പോയിന്റിലേക്ക് പോയാൽ അവിടുത്തെ സംസ്ഥാന മൃഗം ഏതാ? സാൻഗായി ഡിയർ ആണ്. സാൻഗായി മാനാണ് അവിടുത്തെ സംസ്ഥാന മൃഗം എന്ന് പറയുന്നത്. സംസ്ഥാന പക്ഷി ചോദിച്ചാൽ മിസ്സിസ് ഹ്യൂം ഫെസന്റ് ആണ്. മിസ്സിസ് ഹ്യൂം ഫെസന്റ് ആണ് മണിപ്പൂരിന്റെ സംസ്ഥാന പക്ഷി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന പുഷ്പം ചോദിച്ചാൽ ഷിറൂയി ലില്ലിയാണ്. എന്താണ്? ഷിറൂയി ലില്ലിയാണ് സംസ്ഥാന പുഷ്പം. ദെൻ സംസ്ഥാന വൃക്ഷമാണ് ചോദിക്കുന്നതെങ്കിൽ ടൂണാണ്. ഏതാണ്? സംസ്ഥാന വൃക്ഷമാണ് ചോദിക്കുന്നതെങ്കിൽ ടൂണാണ്. ഒരിക്കൽ കൂടി പറയാം, ശ്രദ്ധിക്കുക, എന്റെ കൂടെ ആവർത്തിക്കുക. സംസ്ഥാന മൃഗം ചോദിച്ചാൽ സാൻഗായി ഡിയർ അഥവാ സാൻഗായി മാൻ അല്ലെ. ഈ സാൻഗായി മാൻ അറിയപ്പെടുന്നത് മറ്റൊരു പേരുണ്ട് അല്ലെ, ഡാൻസിങ് ഡിയർ. അപ്പൊ ഡാൻസിങ് ഡിയർ എന്നറിയപ്പെടുന്നതും ഏതാണ്? ഈ സാൻഗായി ഡിയർ ആണ്. അപ്പോൾ മണിപ്പൂരിന്റെ സംസ്ഥാന മൃഗമാണേത്? സാൻഗായി ഡിയർ. അതുപോലെ തന്നെ സംസ്ഥാന പക്ഷി നോക്കിയാൽ
മിസിസ് ഹ്യൂം ഫെസന്റ് ആണ് അല്ലെ, മിസിസ് ഹ്യൂം ഫെസന്റ് ആണ്. ഈ സംസ്ഥാന പക്ഷി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇത് ഈ നോൺഗിൻ എന്നിട്ട്, നോൺഗിൻ എന്നും അറിയപ്പെടുന്നുണ്ട്. നോൺഗിൻ അല്ലെങ്കിൽ മിസിസ് ഹ്യൂം ഫെസന്റ്. മാത്രമല്ല മിസോറാമിന്റെ സംസ്ഥാന പക്ഷി കൂടിയാണ് ഇത് മിസിസ് ഹ്യൂം ഫെസന്റ്. നമ്മൾ മിസോറാം പഠിച്ചപ്പോൾ മനസ്സിലാക്കിയതാണ്, മിസോറാമിന്റെ സംസ്ഥാന പക്ഷി ചോദിച്ചാലും മിസിസ് ഹ്യൂം ഫെസന്റ് ആണ്, മണിപ്പൂരിന്റെ സംസ്ഥാന പക്ഷി ചോദിച്ചാലും മിസിസ് ഹ്യൂം ഫെസന്റ് ആണ്. സംസ്ഥാന പുഷ്പത്തിലേക്ക് വന്നാൽ ഷിറൂയി ലില്ലി, ഷിറൂയി ലില്ലി. സംസ്ഥാന വൃക്ഷം ചോദിച്ചാൽ ടൂണാണ്. ഏതാണ്? ടൂണാണ്. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോയാൽ ശ്രദ്ധിക്കുക, അവിടുത്തെ ഹൈക്കോടതി അല്ലെ, ഹൈക്കോടതി, മണിപ്പൂരിന് സ്വന്തമായിട്ട് ഒരു ഹൈക്കോടതി ഉണ്ട്. ഏതാ? ഇംഫാലിലാണ് അല്ലെ. മണിപ്പൂരിന്റെ തലസ്ഥാനമായ ഇംഫാലിൽ തന്നെയാണ് മണിപ്പൂരിന്റെ ഹൈക്കോടതിയും സ്ഥിതി ചെയ്യുന്നത്. മണിപ്പൂരിന്റെ തലസ്ഥാനമായ ഇംഫാലിൽ തന്നെയാണ് മണിപ്പൂരിന്റെ ഹൈക്കോടതിയും സ്ഥിതി ചെയ്യുന്നത്. വ്യക്തമായി അറിഞ്ഞിരിക്കുക. മാത്രമല്ല ഇന്ത്യയുടെ 22ാമത് ഹൈക്കോടതിയാണ് അല്ലെ, ഇന്ത്യയുടെ 22ാമത് ഹൈക്കോടതി കൂടിയാണ് ഇത് നമ്മുടെ ഇംഫാൽ. ഇന്ത്യയുടെ 22ാമത് ഹൈക്കോടതി കൂടിയാണ് ഇത് ഇംഫാൽ എന്ന് അറിഞ്ഞിരിക്കുക. മാത്രമല്ല നമ്മുടെ ഇന്ത്യയിൽ എത്ര ഹൈക്കോടതികളുണ്ട് നിലവിൽ? ഞാൻ എല്ലാ ക്ലാസ്സുകളിലും പറയാറുണ്ട്, 25 ഹൈക്കോടതികളാണ് ഉള്ളത്. അത് 25ാമത്തെ ഹൈക്കോടതി അമരാവതിയാണ്. 2019 ജനുവരി 1-നാണ് അമരാവതി ഹൈക്കോടതി നിലവിൽ വരുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ 25ാമത്തെ ഹൈക്കോടതി അമരാവതി. ദെൻ 24 അഗർത്തല, 24 അഗർത്തല, 23 ഷില്ലോങ്. 22 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇംഫാൽ ഹൈക്കോടതി അല്ലെ. ഇംഫാൽ ഏതിന്റെ ക്യാപിറ്റൽ ആണ്? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മണിപ്പൂർ. ഷില്ലോങ് ഏതിന്റെ തലസ്ഥാനമാണ്? ഷില്ലോങ് ഏതാ? മേഘാലയയുടെ തലസ്ഥാനമാണ് ഷില്ലോങ്. അഗർത്തല, അഗർത്തല ഏതിന്റെ തലസ്ഥാനം? ത്രിപുരയുടെ തലസ്ഥാനമാണ് അഗർത്തല. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ഇന്ത്യയിലെ 22ാമത്തെ ഹൈക്കോടതിയാണ് ഇംഫാൽ, 23 ഷില്ലോങ്, 24 അഗർത്തല, 25 അമരാവതി. അപ്പോൾ നമ്മൾ പഠിച്ചു വരുന്നത് മണിപ്പൂരിനെ കുറിച്ചാണ്. മണിപ്പൂരിന്റെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് ഇംഫാലിലാണ്. ഈ മണിപ്പൂരിന്റെ ഹൈക്കോടതി അല്ലെങ്കിൽ മണിപ്പൂർ മാത്രമല്ല, ഇന്ത്യയുടെ 22ഉം 23ഉം 24ഉം ഹൈക്കോർട്ടുകൾ രൂപീകൃതമായതും ഏത് വർഷമാണ്? ഒരേ വർഷമാണ്, 2013-ലാണ്. 2013-ലാണ് ഈ 3 ഹൈക്കോടതികൾ നിലവിൽ വരുന്നത് എന്ന് കൂടി അറിഞ്ഞിരിക്കുക. എന്നാൽ ഇന്ത്യയുടെ 25ാമത്തെ ഹൈക്കോടതിയാണെങ്കിലോ അത് 2019 ജനുവരി 1-ആണ്. ക്ലിയർ ആണോ? ശരിയെങ്കിൽ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. അപ്പൊ ഹൈക്കോടതി പഠിച്ചു. അതുകൂടാതെ അതിർത്തികൾ നമ്മൾ മനസ്സിലാക്കണം അല്ലെ. ഒരു സംസ്ഥാനം പഠിച്ചാൽ അതിന്റെ രാജ്യ അതിർത്തികളും മനസ്സിലാക്കണം, സംസ്ഥാന അതിർത്തികളും മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഒരു മാപ്പൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോ ഈ മണിപ്പൂർ സംസ്ഥാനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. മണിപ്പൂരുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. മാപ്പിലൂടെ ഒന്ന് പരിശോധിക്കാം അല്ലെ. മണിപ്പൂർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. മണിപ്പൂർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മണിപ്പൂർ ഞാനിപ്പോൾ അടയാളപ്പെടുത്തുന്നുണ്ട് മണിപ്പൂർ. അപ്പോൾ അത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. മണിപ്പൂർ ആയി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അടുത്ത് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെ ഉണ്ടേ നോക്കൂ. നാഗാലാൻഡ് ഉണ്ടല്ലേ, നാഗാലാൻഡ് ഉണ്ടല്ലേ, നാഗാലാൻഡ് അതിർത്തി പങ്കിടുന്നുണ്ട്. ദെൻ മണിപ്പൂർ താഴെ നോക്കൂ, മിസോറാം അതിർത്തി പങ്കിടുന്നുണ്ട്. മിസോറാം ഒരു മാപ്പ് നിങ്ങൾ എപ്പോഴും കയ്യിലുണ്ടായിരിക്കണം. മിസോറാം അതിർത്തി പങ്കിടുന്നുണ്ട്. നോക്കൂ, ആസാം അതിർത്തി പങ്കിടുന്നുണ്ട്. ആസാം അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പോൾ 3 ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. ഏതൊക്കെയാ? മിസോറാം, ആസാം, നാഗാലാൻഡ്. മിസോറാം, ആസാം, നാഗാലാൻഡ് സംസ്ഥാനങ്ങളുമായി ആര് അതിർത്തി പങ്കിടുന്നു? നമ്മുടെ മണിപ്പൂർ സംസ്ഥാനം അതിർത്തി പങ്കിടുന്നുണ്ട്. മണിപ്പൂരുമായി അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു രാജ്യമേ ഉള്ളൂ. ഏതാ? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഏതാണ്? മ്യാൻമാർ ആണ്. കണ്ടോ, മ്യാൻമാർ ആണ്. മ്യാൻമാർ വ്യാപിച്ചു കിടക്കുന്നുണ്ടോ? മ്യാൻമാർ ആണ് മണിപ്പൂരുമായി അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു രാജ്യം. ചോദിച്ചാൽ മ്യാൻമാർ. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, വാണിജ്യ തലസ്ഥാനം ഏതാ? നമ്മുടെ മണിപ്പൂരിന്റെ മോറെ. മോറെയാണ് വാണിജ്യ തലസ്ഥാനം. ആ കൂട്ടത്തിൽ നമ്മൾ മറ്റൊരു പോയിന്റ് പഠിച്ചില്ലേ? ഏതാ പോയിന്റ് പഠിച്ചത്? മ്യാൻമാറിലേക്കുള്ള പ്രവേശന കവാട നഗരം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാ? മോറെ. അപ്പൊ മനസ്സിലാക്കുക, മ്യാൻമാറുമായി അതിർത്തി പങ്കിടുന്ന അല്ലെങ്കിൽ മണിപ്പൂരിന് അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു രാജ്യമാണ് ഏത്? മ്യാൻമാർ. അപ്പോൾ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ? എന്റെ കൂടെ ഒന്ന് പറയുക. മിസോറാം, ആസാം, നാഗാലാൻഡ്. ഓക്കെയാണ്. എങ്കിൽ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ശ്രദ്ധിക്കുക, മണിപ്പൂർ. അപ്പോൾ മണിപ്പൂരുമായി ബന്ധപ്പെട്ട അടുത്ത പോയിന്റിലേക്ക് പോയാൽ ശ്രദ്ധിക്കുക, മണിപ്പൂർ എന്ന് പറയുന്ന വാക്കിനർത്ഥം, മണിപ്പൂർ എന്ന വാക്കിനർത്ഥം ചോദിക്കാം രത്നങ്ങളുടെ നാട് എന്നാണ്. എന്താണ്? രത്നങ്ങളുടെ നാട് എന്നാണ്, അല്ലെ ജുവൽ സ്റ്റേറ്റ്, അല്ലെ രത്നങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മണിപ്പൂർ. അതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഒന്നാണ്, മണിപ്പൂരിനെ ഇന്ത്യയുടെ രത്നം എന്ന് വിളിച്ചത് ആരാ? ഇന്ത്യയുടെ രത്നം എന്ന്, അല്ലെ ജുവൽ സ്റ്റേറ്റ് എന്ന് വിളിച്ചത്, ഇന്ത്യയുടെ രത്നം എന്ന് വിളിച്ചത് ആരും ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയുടെ
ആദ്യത്തെ പ്രധാനമന്ത്രിയായ ഇന്ത്യയുടെ രാഷ്ട്ര ശില്പിയായ ജവഹർലാൽ നെഹ്റു ആണ് എന്താണ് മണിപ്പൂർ സംസ്ഥാനത്തെ എന്തെന്ന് വിശേഷിപ്പിച്ചത്? ഇന്ത്യയുടെ രത്നം എന്ന്. അപ്പൊ ഇന്ത്യയുടെ അല്ലെങ്കിൽ രത്നങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് മണിപ്പൂർ സംസ്ഥാനമാണ്. മണിപ്പൂരിനെ ഇന്ത്യയുടെ രത്നം എന്ന് വിളിച്ചത് ആരും ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു. അതുപോലെ തന്നെ കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നു. കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അല്ലെ. നമ്മൾ മനസ്സിലാക്കുക, കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് ചോദിച്ചാല് അത് ഏതാ? അത് ഷില്ലോങ് ആണ്. കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് ചോദിച്ചാൽ ഷില്ലോങ്. കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ മണിപ്പൂരാണ്. എന്നാൽ നിങ്ങൾ കാണാൻ സാധിക്കും ഇന്ത്യയുടെ മിനി സ്വിറ്റ്സർലാൻഡ്, ഇന്ത്യയുടെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നത് ഖഞ്ചിയാർ. ഇന്ത്യയുടെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നത് ഖഞ്ചിയാർ. അപ്പൊ കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നത് മണിപ്പൂർ സംസ്ഥാനമാണ്. എന്നാൽ ഇന്ത്യയുടെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഏതായി മാറും? ഖഞ്ചിയാർ. ഖഞ്ചിയാർ ഉൾപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കാം ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശിന്റെ ഒരു പ്രദേശമാണ് ഇത് ഖഞ്ചിയാർ. ഖഞ്ചിയാർ ആണ് ഇന്ത്യയുടെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നത്. ഖഞ്ചിയാർ ഉൾപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. അപ്പോൾ ഈ ഭാഗത്ത് നോക്കിയ കാര്യങ്ങൾ, മണിപ്പൂർ എന്ന വാക്കിനർത്ഥം രത്നങ്ങളുടെ നാട് എന്താണ്? മണിപ്പൂരിനെ ഇന്ത്യയുടെ രത്നം എന്ന് വിളിച്ചത് ആര് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ്. കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ മണിപ്പൂരാണ്. ഇന്ത്യയുടെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് ഖഞ്ചിയാർ ഉൾപ്പെട്ടിട്ടുള്ളത് ഹിമാചലാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ദെൻ അടുത്ത പോയിന്റിലേക്ക് പോയാൽ മണിപ്പൂരുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് മേഖലയിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, നിങ്ങൾ കാണാൻ സാധിക്കും. ഒന്ന്, പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. നോക്കുക, പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയപ്പെടുന്നത് മണിപ്പൂരാണ്. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ സംസ്ഥാനം. മാത്രമല്ല ഇന്ത്യയിൽ ആദ്യമായി സ്പോർട്സ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ഒരു സ്പോർട്സ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ ഇന്ത്യൻ സംസ്ഥാനം. ആ സ്പോർട്സ് യൂണിവേഴ്സിറ്റി അറിയപ്പെടുന്നു നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി. എന്താണ് നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി അല്ലെ? അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്പോർട്സുമായി ബന്ധപ്പെട്ട ഏക സർവകലാശാല കൂടിയാണ് ഇത് ഈ നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി എന്നത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കാം, അത് മണിപ്പൂരാണ്. ആ സ്പോർട്സ് യൂണിവേഴ്സിറ്റി അറിയപ്പെടുന്ന പേര് നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി എന്നാണ്. മാത്രമല്ല അടുത്ത പോയിന്റിലേക്ക് പോയാൽ ഇന്ത്യയിലെ ആദ്യത്തെ സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലെ ആദ്യത്തെ സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലെ ആദ്യത്തെ സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് മണിപ്പൂരാണ്. മണിപ്പൂരിന്റെ തലസ്ഥാനമായ ഇംഫാലിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് മണിപ്പൂരാണ്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക സർവകലാശാലയാണോടെ കാർഷിക യൂണിവേഴ്സിറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ GB പന്ത് യൂണിവേഴ്സിറ്റിയാണ് അല്ലെ, ഗോവിന്ദ ബല്ലഭ് പന്ത് യൂണിവേഴ്സിറ്റിയാണ്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ചോദിച്ചാൽ, സ്ഥാപിതമായ സംസ്ഥാനം ചോദിച്ചാൽ അത് മണിപ്പൂരാണ്. ഉൾപ്പെട്ടിട്ടുള്ളത് ഇംഫാൽ എന്ന് ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ പോളോ കളി അല്ലെ, പോളോ കളി ഉത്ഭവിച്ച ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂരാണ്. പോളോ കളി ഉത്ഭവിച്ച ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ മണിപ്പൂരാണ്. പോളോ കളി ഉത്ഭവിച്ച ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ മണിപ്പൂരാണ്. പോളോ കളിക്കാരുടെ എണ്ണം മത്സര പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട്. പോളോ കളിക്കാരുടെ എണ്ണം 4 ആണ്. എന്നാൽ വാട്ടർ പോളോയാണെങ്കിൽ 7 പേർ. അപ്പോൾ പോളോ കളിക്കാരുടെ എണ്ണം ഒരു പോളോ ടീമിൽ എത്ര പേര് കാണും ചോദിച്ചാൽ 4. എന്നാൽ വാട്ടർ പോളോയാണ് ഒരു ടീമിൽ എത്ര പേര് കാണും? 7 പേരാണ് ഉള്ളത് എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ പോളോ കളി ഉത്ഭവിച്ച ഇന്ത്യൻ സംസ്ഥാനം, പോളോ കളിക്കാരുടെ എണ്ണം 4, വാട്ടർ പോളോയാണെങ്കിൽ 7 എന്നും കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ. അപ്പോൾ മാത്രമല്ല ഈ പോളോ കളിയുമായി ബന്ധപ്പെട്ട് അല്ലെ, പോളോ കളിക്കിടയിൽ കുതിരപ്പുറത്ത് നിന്നും വീണു മരിച്ച ഡൽഹി സുൽത്താൻ ആരാടെ? കുതുബുദ്ദീൻ ഐബക്കാണ് അല്ലെ. അടിമവംശ സ്ഥാപകനായ 1206 അടിമവംശം സ്ഥാപിച്ച കുതുബുദ്ദീൻ ഐബക്കാണ് അല്ലെ പോളോ കളിക്കിടയിൽ കുതിരപ്പുറത്ത് നിന്നും വീണ് മരണപ്പെടുന്ന ഡൽഹി സുൽത്താൻ. അപ്പോൾ പോളോ കളി ഉത്ഭവിച്ചത് എവിടെയാ ചോദിക്കാം? മണിപ്പൂർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. എങ്കിൽ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ കോമൺവെൽത്ത് സെമിത്തേരി ഏതാ? ഇന്ത്യയിലെ
കോമൺവെൽത്ത് സെമിത്തേരി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയിലെ കോമൺവെൽത്ത് സെമിത്തേരി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം പ്രീവിയസ് ആണ് കേട്ടോ. ഇന്ത്യയിലെ കോമൺവെൽത്ത് സെമിത്തേരി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? നമ്മുടെ മണിപ്പൂർ. ഇത് പരിപാലിക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ പരിപാലനം നടത്തുന്നത് കോമൺവെൽത്ത് വാർ ഗ്രേവ്സ് കമ്മീഷൻ ആണ്. ഇതാണ് കോമൺവെൽത്ത് വാർ ഗ്രേവ്സ് കമ്മീഷൻ ആണ് അല്ലെ. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് മരിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ സൈനികരെ അടക്കം ചെയ്ത പ്രദേശമാണ് ഇത് ഈ കോമൺവെൽത്ത് സെമിത്തേരി എന്ന് പറയപ്പെടുന്നത്. ഇത് ഉൾപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മണിപ്പൂർ. ഇതിന്റെ പരിപാലനം നോക്കി നടത്തുന്നത് എല്ലാം ആരും ചോദിച്ചാൽ കോമൺവെൽത്ത് വാർ ഗ്രേവ്സ് കമ്മീഷൻ ആണ് എന്ന് കൂടി അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിൽ കോമൺവെൽത്ത് സെമിത്തേരി സ്ഥിതി ചെയ്യുന്നത് പോലെ തന്നെ INA രക്തസാക്ഷികളുടെ സ്മാരക സമുച്ചയം അഥവാ INA വാർ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മണിപ്പൂരാണ്. INA രക്തസാക്ഷികളുടെ സ്മാരക സമുച്ചയം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കാം മണിപ്പൂരാണ്. മണിപ്പൂരിൽ എവിടെയാണ് ചോദിക്കാം? മൊയിറാങ് എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ INA രക്തസാക്ഷികളുടെ സ്മാരക സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നോക്കിയ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ കോമൺവെൽത്ത് സെമിത്തേരി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ. ഇതിന്റെ പരിപാലനം ചോദിച്ചാൽ കോമൺവെൽത്ത് വാർ ഗ്രേവ്സ് കമ്മീഷന്റെ മേൽനോട്ടത്തിലാണ്. അതുപോലെ തന്നെ INA രക്തസാക്ഷികളുടെ സ്മാരക സമുച്ചയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ. മണിപ്പൂരിൽ എവിടെയാണ് ചോദിച്ചാൽ മൊയിറാങ്. ഓക്കെ, ദെൻ അടുത്ത പോയിന്റിലേക്ക് പോയാൽ ശ്രദ്ധിക്കുക. മണിപ്പൂരുമായി ബന്ധപ്പെട്ട അടുത്ത പോയിന്റ് ആണ് പൂർണ്ണമായും സ്ത്രീകൾ നടത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മാർക്കറ്റ്. പൂർണ്ണമായും സ്ത്രീകളുടെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ സ്ത്രീകൾ നടത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഏത്? ഇമാ കെയ്തൽ മാർക്കറ്റ്. ഇത് അർത്ഥമാക്കുന്നത് ഈ ഇമാ കെയ്തൽ എന്ന് വെച്ചാൽ മദേഴ്സ് മാർക്കറ്റ് എന്നാണ് കേട്ടോ. മദേഴ്സ് മാർക്കറ്റ് എന്നാണ് ഈ ഒരു വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇമാ കെയ്തൽ മാർക്കറ്റ് ആണ് പൂർണ്ണമായും സ്ത്രീകൾ നടത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറയുന്നത്. 16-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ആരംഭിച്ച ഒരു മാർക്കറ്റ് കൂടിയാണ് ഈ ഇമാ കെയ്തൽ. ഇത് ഉൾപ്പെട്ടിട്ടുള്ള ബസാറാണ് ഇത് കൊയ്റാം ബന്ദ് ബസാർ. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകരുത്. കൊയ്റാം ബന്ദ് ബസാറിലാണ് ഈ ഇമാ കെയ്തൽ എന്ന് പറയുന്ന പൂർണ്ണമായും സ്ത്രീകളുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ചോദിക്കാം ചിലപ്പോൾ കൊയ്റാം ബന്ദ് ബസാർ എന്നായിരിക്കും ഓപ്ഷനിലുള്ളത്. എന്നാൽ തന്നെയും അത് എന്ത് ചെയ്യാം? അത് ഉത്തരമായി സ്വീകരിക്കാം. ഇമാ കെയ്തൽ എന്ന് പ്രത്യേകമായി തന്നിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി? അത് ചൂസ് ചെയ്താൽ മതി. കാരണം ഈ കൊയ്റാം ബന്ദ് ബസാറിൽ പ്രവർത്തിക്കുന്ന ഒരു മാർക്കറ്റാണ് ഇത് ഈ ഇമാ കെയ്തൽ മാർക്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ. പൂർണ്ണമായും സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഇത് ഇമാ കെയ്തൽ മാർക്കറ്റ്. ഉൾപ്പെട്ടിട്ടുള്ളത് കൊയ്റാം ബന്ദ് ബസാറിലാണ് അല്ലെ. ഓക്കെ, ദെൻ നോക്കൂ, അടുത്ത പോയിന്റ് ആണ് കുകി സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യം ഉയർത്തിയ ഇന്ത്യൻ സംസ്ഥാനമാണ് നമ്മുടെ മണിപ്പൂർ. ഇപ്പൊ കുകി സംസ്ഥാനം രൂപീകരിക്കുന്ന അല്ലെങ്കിൽ കുകി സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യം ഉയർത്തിയ ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കാം മണിപ്പൂർ. അവിടുത്തെ പ്രധാനപ്പെട്ട ആദിവാസി വിഭാഗങ്ങളാണ് നാഗന്മാർ, കുക്കീസ്, മെയ്റ്റീസ് കേട്ടോ. നാഗന്മാർ, കുക്കീസ്, മെയ്റ്റീസ് തുടങ്ങിയ ആദിവാസി ജനവിഭാഗങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കാം. അത് മണിപ്പൂരാണ്. വളരെ വ്യക്തമായി തന്നെ അറിഞ്ഞിരിക്കുക. ദെൻ അടുത്ത പോയിന്റിലേക്ക് പോയാൽ കേബിൾ ലംജാവോ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കേബിൾ ലംജാവോ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം അല്ലെങ്കിൽ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മണിപ്പൂർ. കേബിൾ ലംജാവോ നാഷണൽ പാർക്ക് എന്താ പ്രത്യേകത? ഇന്ത്യയിലെ ഏക ഒഴുകുന്ന ദേശീയോദ്യാനമാണ്. ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏക ഒഴുകുന്ന ദേശീയോദ്യാനമാണ് ഏത്? ഇതാണ് കേബിൾ ലംജാവോ. ഈ ലോകത്തിലെ ഏക ഒഴുകുന്ന ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്കാണ്. ലോകത്തിലെ തന്നെ ഏക ഒഴുകുന്ന ദേശീയോദ്യാനമാണ് ഏത്? കേബിൾ ലംജാവോ എന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് സ്ഥിതി ചെയ്യുന്നത് ലോക്തക് തടാകത്തിലാണ് അല്ലെ. ലോക്തക് തടാകം മണിപ്പൂരിൽ ഉൾപ്പെട്ടിട്ടുള്ള തടാകമാണ് ലോക്തക് തടാകം. മാത്രമല്ല വടക്ക് കിഴക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൂടിയാണ് ലോക്തക് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ വടക്ക് കിഴക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിക്കാം ലോക്തക് തടാകമാണ്. ഈ ലോക്തക് തടാകത്തിലാണ് ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏക ഒഴുകുന്ന ദേശീയോദ്യാനമായ ഏത്? കേബിൾ ലംജാവോ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുക. ഇവിടുത്തെ സംരക്ഷിത മൃഗം ഏതാണ് ചോദിക്കാം. ഏതാ? നമ്മുടെ
ഇവിടുത്തെ സംരക്ഷിത മൃഗമാണ് സാൻഗായി ഡിയർ അല്ലെ. മണിപ്പൂരിന്റെ സംസ്ഥാന മൃഗമായ സാൻഗായി മാനാണ് ഈ കെയ്ബിൾ ലംജാവോ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം. ഇത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഡാൻസിങ് ഡിയർ. ഡാൻസിങ് ഡിയർ എന്നറിയപ്പെടുന്ന അല്ലെ, ഡാൻസിങ് ഡിയർ എന്നറിയപ്പെടുന്ന മൃഗം കൂടിയാണ് ഇത് സാൻഗായി ഡിയർ എന്ന് മനസ്സിലാക്കുക. ഇവിടുത്തെ കെയ്ബിൾ ലംജാവോയിലെ സംരക്ഷിത മൃഗമാണ്. മാത്രമല്ല മണിപ്പൂരിന്റെ സംസ്ഥാന മൃഗം കൂടിയാണ് സാൻഗായി ഡിയർ. അപ്പോൾ മാത്രമല്ല ലോക്തക് തടാകത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ലോക്തക് തടാകത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നു ലോക്തക് തടാകത്തിൽ. അപ്പോൾ ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഒഴുകുന്ന ഏക ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ലോക്തക് തടാകമാണ്. അത് കെയ്ബിൾ ലംജാവോ നാഷണൽ പാർക്കാണ്. അത് മാത്രമല്ല ലോക്തക് തടാകവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രത്യേകത, വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്തക് തടാകം. മാത്രമല്ല ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യമാണ് ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രം അല്ലെ, പ്രൈമറി എഡ്യൂക്കേഷൻ സെന്റർ അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ലോക്തക് തടാകമാണ്. ഉൾപ്പെടുന്നത് മണിപ്പൂർ സംസ്ഥാനമാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അടുത്ത പോയിന്റിലേക്ക് കടന്നാൽ അവിടെയുള്ള മറ്റു പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊന്ന് പരിചയപ്പെടാം. ദെൻ മാവോ ഹിൽ സ്റ്റേഷൻ. ഇതാണ് മാവോ ഹിൽ സ്റ്റേഷൻ ഉൾപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂർ. മാവോ ഹിൽ സ്റ്റേഷൻ ഉൾപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂരാണ്. കാംഗ്ല കോട്ട ഉൾപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാലും മണിപ്പൂരാണ്. അതുപോലെ തന്നെ സിറോഹി നാഷണൽ പാർക്ക്. എന്താണ് സിറോഹി നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ഷിരൂയി കേട്ടോ, ഷിരൂയി എന്ന് ചോദിച്ചാലും ഒന്ന് തന്നെയാണ്. ചിലപ്പോൾ സിറോഹി എന്നായിരിക്കും തന്നിരിക്കുന്നത്, അപ്പോൾ തെറ്റിദ്ധരിക്കേണ്ട. ഷിറോയി അഥവാ സിറോഹി നാഷണൽ പാർക്ക്, ഇത് രണ്ടും എല്ലാം എന്താണ് ഒന്ന് തന്നെയാണ്. സിറോഹി നാഷണൽ പാർക്ക് അഥവാ ഷിരൂയി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂരാണ്. അപ്പോൾ രണ്ട് നാഷണൽ പാർക്കുകൾ പഠിച്ചു. ഒന്ന് ഒഴുകുന്ന നാഷണൽ പാർക്കായ കെയ്ബിൾ ലംജാവോ, അതുപോലെ തന്നെ സിറോഹി അല്ലെങ്കിൽ ഷിരൂയി എന്നറിയപ്പെടുന്ന നാഷണൽ പാർക്ക്. ഈ രണ്ട് നാഷണൽ പാർക്കും ഉൾപ്പെട്ടിട്ടുള്ള എവിടെയാണ്? നമ്മുടെ മണിപ്പൂരിലാണ്. നമ്മൾ പഠിച്ചപ്പോൾ നേരത്തെ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ മണിപ്പൂരിന്റെ സംസ്ഥാന പുഷ്പം നമ്മൾ പഠിച്ചു. ഏതാ? ഷിറൂയി ലില്ലിയാണ് അല്ലെ, ഷിറൂയി ലില്ലിയാണ് അല്ലെ. ഈ ഷിറൂയി ലില്ലി അതായത് ഷിറോയി ലില്ലി സ്വാഭാവികമായി വളരുന്ന ഒരു നാഷണൽ പാർക്കാണ് ഏത്? ഈ സിറോഹി അഥവാ ഷിരൂയി നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ജുവൽ ബോക്സ് ഓഫ് മണിപ്പൂർ. ജുവൽ ബോക്സ് ഓഫ് മണിപ്പൂർ പ്രീവിയസ് ആണ് എന്നറിയപ്പെടുന്നത് എന്താണ് ചോദിക്കാം. മണിപ്പൂരിലെ സുവോളജിക്കൽ പാർക്കാണ് അറിയപ്പെടുന്നത് ജുവൽ ബോക്സ് ഓഫ് മണിപ്പൂർ. അപ്പൊ ജുവൽ ബോക്സ് ഓഫ് മണിപ്പൂർ എന്നറിയപ്പെടുന്നത് മണിപ്പൂരിലെ ഏത് സ്ഥാപനമാണ് എന്ന് ചോദിച്ചാൽ മണിപ്പൂരിലെ സുവോളജിക്കൽ പാർക്കാണ്. അപ്പോൾ മണിപ്പൂരിലെ സുവോളജിക്കൽ പാർക്ക് അറിയപ്പെടുന്ന വിശേഷണമാണ് ജുവൽ ബോക്സ് ഓഫ് മണിപ്പൂർ. ഓക്കെ, ദെൻ അടുത്ത പോയിന്റിലേക്ക് പോയാൽ ശ്രദ്ധിക്കുക, മണിപ്പൂർ. ദെൻ 2013 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2013 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ മണിപ്പൂരിലെ കലാരൂപം സങ്കീർത്തനയാണ്. 2013 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ മണിപ്പൂരിലെ കലാരൂപമാണ് ഇത് സങ്കീർത്തന. സങ്കീർത്തന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2013 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ മണിപ്പൂരിലെ കലാരൂപമാണ് സങ്കീർത്തന. അതുപോലെ തന്നെ മണിപ്പൂരിലെ കുപ്രസിദ്ധ തീവ്രവാദി സംഘടന അറിയപ്പെടുന്ന പേരാണ് യുണൈറ്റഡ് നാഷണൽ ലിബറേഷൻ ഫ്രണ്ട്. ഏതാണ്? യുണൈറ്റഡ് നാഷൻ ലിബറേഷൻ ഫ്രണ്ട്. എന്താണ് ചോദിക്കാം? മണിപ്പൂരിലെ കുപ്രസിദ്ധ തീവ്രവാദി സംഘടന അറിയപ്പെടുന്നു യുണൈറ്റഡ് നാഷണൽ ലിബറേഷൻ ഫ്രണ്ട്. ഇത് രൂപീകൃതമായത് 1964 നവംബർ 24. 1964 നവംബർ 24 ഒരിക്കൽ കൂടി പറയാം, 2013 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ മണിപ്പൂരിലെ കലാരൂപമാണ് സങ്കീർത്തന. മണിപ്പൂരിലെ കുപ്രസിദ്ധ തീവ്രവാദി സംഘടനയാണ് യുണൈറ്റഡ് നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് എന്നറിയപ്പെടുന്നത്. ഇത് രൂപീകരിച്ചത് 1964 നവംബർ 24 കൂടി ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ്. മണിപ്പൂരുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ അവിടുത്തെ പ്രധാന വ്യക്തികൾ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് നോക്കാം. അതിലൊന്നാണ് ഇറോം ശർമിള അല്ലെങ്കിൽ ഇറോം ചാനു ശർമിള എന്ന് പറയുന്ന വനിത. മണിപ്പൂരാണ് അല്ലെ. ജനനം എന്നാണ് ചോദിച്ചാൽ 1972 മാർച്ച് 14. മണിപ്പൂർ സംസ്ഥാനം രൂപീകൃതമായ അതേ വർഷം തന്നെയാണ് നമ്മുടെ ഇറോം ശർമിള ജനിക്കുന്നത്. 1972 മാർച്ച് 14. 1972 ജനുവരി മാസം 21 മണിപ്പൂർ സംസ്ഥാനം രൂപീകരിക്കുന്നത് അല്ലെ. അപ്പോൾ 72 മാർച്ച് 14 ആര് ജനിച്ചു? ഇറോം ശർമിള ജനിച്ചു. ജനന സ്ഥലം ചോദിച്ചാൽ മണിപ്പൂരാണ്.
അറിയപ്പെടുന്നു മണിപ്പൂരിലെ ഉരുക്കു വനിത. മണിപ്പൂരിന്റെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് ഇറോം ശർമിളയാണ്. മണിപ്പൂരിന്റെ ഉരുക്കു വനിത പ്രീവിയസ് ആണ്. കൂടാതെ മെൻ ഗൗബി എന്നറിയപ്പെടുന്നു. മെൻ ഗൗബി എന്നറിയപ്പെടുന്നു മണിപ്പൂരിന്റെ ഉരുക്കു വനിത മെൻ ഗൗബി. അതുപോലെ തന്നെ മനസാക്ഷിയുടെ തടവുകാരി എന്നറിയപ്പെടുന്ന വനിത ഇറോം ശർമിള. മനസാക്ഷിയുടെ തടവുകാരി എന്ന് ഇറോം ശർമിളയെ വിശേഷിപ്പിച്ചത് ചോദിച്ചാൽ ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന് പറയുന്ന സംഘടനയാണ്. ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന സംഘടനയാണ് മനസാക്ഷിയുടെ തടവുകാരി എന്ന് ആരെ വിശേഷിപ്പിച്ചത്? ഇറോം ശർമിളയെ വിശേഷിപ്പിച്ചത് അല്ലെ. ആംനസ്റ്റി ഇന്റർനാഷണൽ 1961 രൂപീകരിക്കപ്പെട്ട ഓർഗനൈസേഷനാണ് ആംനസ്റ്റി. പീറ്റർ ബേറൻസൺ ആണ് ഇതിന്റെ ശില്പി അല്ലെ. ആംനസ്റ്റി ആണ് നമ്മുടെ ഇറോം ശർമിളയെ എങ്ങനെ വിശേഷിപ്പിച്ചത്? മനസാക്ഷിയുടെ തടവുകാരി. ആംനസ്റ്റി ഇന്റർനാഷണൽ ആസ്ഥാനം സ്ഥിരമായി ചോദിക്കുന്നതാണ്, ലണ്ടനാണ്. ഈ ആംനസ്റ്റി എന്ന് പറയുന്ന വാക്കിനർത്ഥം പ്രീവിയസ് ആണ്, പൊതുമാപ്പ് എന്നാണ്. ആംനസ്റ്റി എന്ന വാക്കിനർത്ഥം പൊതുമാപ്പ് എന്നാണ്. അപ്പൊ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചോണം. ഒരിക്കൽ കൂടി പറയാം, മണിപ്പൂരിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് ഇറോം ശർമിള. ഇറോം ശർമിള ജനിച്ചത് 1972 മാർച്ച് 14 മണിപ്പൂരിലാണ് ജനിക്കുന്നത്. മണിപ്പൂരിന്റെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നു, മെൻ ഗൗബി എന്നറിയപ്പെടുന്നു, മനസാക്ഷിയുടെ തടവുകാരി എന്നറിയപ്പെടുന്നതെല്ലാം ഇറോം ശർമിളയാണ്. മനസാക്ഷിയുടെ തടവുകാരി എന്ന് വിശേഷിപ്പിച്ചത് ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന സംഘടനയാണ്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആണെന്ന് കൂടി വ്യക്തമായി അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഇറോം ശർമിളയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ്, ഒന്ന് ശ്രദ്ധിക്കുക, അഫ്സ്പ എന്ന് പറയുന്ന ഒരു നിയമത്തെ കുറിച്ച് അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചർച്ച ചെയ്ത ഒരു നിയമമാണ് ആർമഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് എന്ന് പറയുന്ന നിയമത്തിനെതിരെ പോരാടിയ വനിതയാണ് ആര്? ഇറോം ശർമിള. ഇത്ര വർഷം 16 വർഷക്കാലം ഈ ഒരു നിയമത്തിനെതിരെ അല്ലെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുമായി കേന്ദ്രീകരിച്ച് നിലനിന്നിരുന്ന ഒരു നിയമമാണ് അഫ്സ്പ എന്ന് പറയുന്ന ആർമഡ് ഫോഴ്സ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട്. 1958 സെപ്റ്റംബർ 11 ഈ ഒരു നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത്. അപ്പോൾ ഈ ഒരു നിയമത്തിനെതിരെ പോരാടിയ വനിതയാണ് ഇറോം ശർമിള. അപ്പോൾ എത്ര വർഷം? 16 വർഷം ഈ ഒരു നിയമ പോരാട്ടം നടത്തി അവസാനിപ്പിച്ചു ആ ഒരു നിയമ പോരാട്ടം. എന്നാൽ തന്നെയും അത് ഫലം കണ്ടില്ല എന്ന് തന്നെ പറയാം. അതേ വനിതയുടെ പ്രധാനപ്പെട്ട രചനയാണ് ഫ്രാഗ്രൻസ് ഓഫ് പീസ്. ഏതാണ്? ഫ്രാഗ്രൻസ് ഓഫ് പീസ് അല്ലെങ്കിൽ സമാധാനത്തിന്റെ സുഗന്ധം. എന്താണ്? രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ഫ്രാഗ്രൻസ് ഓഫ് പീസ് അല്ലെങ്കിൽ സമാധാനത്തിന്റെ സുഗന്ധം എന്ന് പറയുന്ന വർക്ക് ആരുമായി ബന്ധപ്പെട്ടാണ് ചോദിക്കാം? ഇറോം ശർമിളയാണ്. മാത്രമല്ല ഇറോം ശർമിള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുകയുണ്ടായി. ആ രാഷ്ട്രീയ പാർട്ടിയാണ് പ്രജ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ആരുമായി ബന്ധപ്പെട്ടാണ് ചോദിക്കാം? ഇറോം ശർമിളയാണ്. എന്താണ് അർത്ഥമാക്കുന്നത് ചോദിച്ചാൽ പീപ്പിൾസ് റിസർജൻസ് ആൻഡ് ജസ്റ്റിസ് അലയൻസ് എന്നാണ് കേട്ടോ. എക്സ്പാൻഷൻ ഒക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. പീപ്പിൾസ് റിസർജൻസ് ആൻഡ് ജസ്റ്റിസ് അലയൻസ് എന്നാണ് പ്രജ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2016 ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത്. 2016 ഈ ഒരു നീണ്ടുനിന്ന സമരം അവസാനിപ്പിക്കുകയും തുടർന്ന് നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പാർട്ടിയാണ് ഇത് പ്രജ. അപ്പോൾ ഇറോം ചാനു ശർമിള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ലേഡിയാണ്. മത്സര പരീക്ഷകൾക്ക് അതീതമായി ആ ഒരു വനിതയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മണിപ്പൂരിലേക്ക് വന്നാൽ അടുത്തൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് മനസ്സിലാക്കി വയ്ക്കുക, മേരി കോം എന്ന് പറയുന്നത്. മേരി കോം എവിടെയാണ് ജനിക്കുന്നത്? മണിപ്പൂരിൽ തന്നെയാണ്. രണ്ടാമത്തെ വനിതയാണ് മണിപ്പൂരുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന മേരി കോം. നോക്കാം. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ ബോക്സിംഗിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ താരമാണ് ഇത് മേരി കോം. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ ബോക്സിംഗിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ താരമാണ് മേരി കോം എന്ന് പറഞ്ഞിരിക്കുക. മാത്രമല്ല ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 6 തവണ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ വനിത. ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 6 തവണ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ വനിതയാണ് മേരി കോം. മാത്രമല്ല മറ്റു പല കാറ്റഗറിയിലും ഈ ഒരു ബോക്സിംഗ് വിഭാഗവുമായി ബന്ധപ്പെട്ട കാറ്റഗറിയിലെല്ലാം പ്രഗത്ഭയായ വനിത കൂടിയാണ് മേരി കോം. നമ്മൾ അറിയേണ്ട മറ്റൊരു വനിത ജനിച്ചത് മണിപ്പൂരിലാണ്. മനസ്സിലാക്കി വയ്ക്കുക. 2012 ലണ്ടൻ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് ആ ലണ്ടൻ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ താരമാണ്. മാത്രമല്ല ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 6 തവണ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ വനിത കൂടിയാണ് മേരി കോം. മാത്രമല്ല മേരി കോമുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മേരി കോമിന്റെ ആത്മകഥ മത്സര പരീക്ഷകളുടെ റിപ്പീറ്റ് ആണ് ചോദിക്കുന്നതാണ്.
അൺബ്രേക്കബിൾ എന്നാണ്. അൺബ്രേക്കബിൾ ആണ് മേരി കോമിന്റെ ആത്മകഥ. മേരി കോമിന്റെ ആത്മകഥ ചോദിച്ചാൽ അൺബ്രേക്കബിൾ. മാത്രമല്ല നിലവിലെ രാജ്യസഭ അംഗം കൂടിയാണ് ആര്? നമ്മുടെ മേരി കോം, അല്ലെ? മെമ്പർ ഓഫ് പാർലമെന്റ്, MP കൂടിയാണ് ആര്? നമ്മുടെ മേരി കോം എന്ന് മനസ്സിലാക്കുക. 2016 ഏപ്രിൽ മാസം 25-നാണ് മേരി കോമിനെ നമ്മുടെ മുൻ രാഷ്ട്രപതിയായ, അല്ലെ, നമ്മുടെ പ്രണബ് മുഖർജി നാമനിർദ്ദേശം ചെയ്യുന്നത്. നമുക്കറിയാം രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാവുന്ന വ്യക്തികളുടെ എണ്ണം എന്ന് പറയുന്നത് 12 പേരാണ്. ആ 12 പേരുടെ കാറ്റഗറിയിലേക്ക് മേരി കോമിനെ നാമനിർദ്ദേശം ചെയ്ത് ആരും ചോദിച്ചാൽ പ്രണബ് മുഖർജിയാണ്. 2016 ഏപ്രിൽ മാസം 25-നാണ് നമ്മുടെ മേരി കോമിനെ നാമനിർദ്ദേശം ചെയ്യുന്നത്. മാത്രമല്ല പ്രണബ് മുഖർജിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അദ്ദേഹം ഈയിടയ്ക്കാണ് മരണപ്പെടുകയുണ്ടായത്. 2020 ഓഗസ്റ്റ് മാസം 31-നാണ് 2020 പ്രണബ് മുഖർജി നമ്മോട് വിട പറഞ്ഞത്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കണം, രാഷ്ട്രപതി, ധനകാര്യമന്ത്രി, വിദേശകാര്യമന്ത്രി, പ്രതിരോധ മന്ത്രി, ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ, ലോക്സഭാ ലീഡർ, രാജ്യസഭാ ലീഡർ തുടങ്ങിയ പ്രമുഖ പദവികൾ വഹിച്ച വ്യക്തി കൂടിയാണ് പ്രണബ് മുഖർജി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ മരണവും 2020 ഓഗസ്റ്റ് 31-നാണ് നമ്മളെ നടുക്കിയത്. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയി തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. വരും പരീക്ഷകളിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 2016 ഏപ്രിൽ 25-ന് നമ്മുടെ മേരി കോമിനെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത് നമ്മുടെ രാഷ്ട്രപതിയായ പ്രണബ് മുഖർജിയാണ് എന്ന് കൂടി ഓർത്തു വയ്ക്കുക, അല്ലെ? രാഷ്ട്രപതിക്ക് പാർലമെന്റിലേക്ക് എത്ര പേരെ നോമിനേറ്റ് ചെയ്യാം? മൊത്തം 14 പേരെ നോമിനേറ്റ് ചെയ്യാം. 12 പേരെ രാജ്യസഭയിലേക്കും 2 പേരെ ലോക്സഭയിലേക്കുമാണ് നോമിനേറ്റ് ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരമുള്ളത്. ഇതൊക്കെ റിപ്പീറ്റ് ആണ്. ദെൻ നോക്കൂ, മേരി കോമുമായി ബന്ധപ്പെട്ട് തിരിച്ചു വന്നാൽ മേരി കോമുമായി ബന്ധപ്പെട്ട ഒരു സിനിമ തന്നെ ഇറങ്ങുകയുണ്ടായി. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. മേരി കോം എന്ന സിനിമ സംവിധാനം ചെയ്തത് ഒമുങ് കുമാർ ആണ്. ഒമുങ് കുമാർ. അതിൽ നായിക ആര് ചോദിച്ചാൽ, അല്ലെങ്കിൽ മേരി കോമായി അഭിനയിച്ച ആരും ചോദിച്ചാൽ പ്രിയങ്ക ചോപ്ര. അതിൽ മേരി കോമായി അഭിനയിച്ചത് പ്രിയങ്ക ചോപ്രയാണ്. അപ്പോൾ ഈ ഭാഗത്ത് നോക്കിയ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം. മേരി കോമിന്റെ ആത്മകഥയാണ് അൺബ്രേക്കബിൾ. നിലവിലെ രാജ്യസഭ അംഗം അഥവാ മെമ്പർ ഓഫ് പാർലമെന്റ് കൂടിയാണ് മേരി കോം. 2016 ഏപ്രിൽ മാസം 25-നാണ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. നോമിനേറ്റ് ചെയ്ത രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജിയാണ്, അല്ലെങ്കിൽ പ്രണബ് മുഖർജിയാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്. മേരി കോം എന്ന സിനിമ സംവിധാനം ചെയ്ത വ്യക്തിയാണ് ഒമുങ് കുമാർ. മേരി കോമായി ആ സിനിമയിൽ അഭിനയിച്ച നായിക ആരും ചോദിച്ചാൽ പ്രിയങ്ക ചോപ്രയാണെന്ന് കൂടി വ്യക്തമായി അറിഞ്ഞിരിക്കുക. മണിപ്പൂരുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മറ്റൊരു ധീര വനിതയാണ് റാണി ഗെയ്ഡിൻലിയു. ആരാണ്? റാണി ഗെയ്ഡിൻലിയു. അപ്പൊ ഇറോം ശർമിളയെ കുറിച്ച് നമ്മൾ നോക്കി, മേരി കോമിനെ കുറിച്ച് നോക്കി. മറ്റൊരു വനിത റാണി ഗെയ്ഡിൻലിയു. എന്താ? മണിപ്പൂരിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതയാണ് റാണി ഗെയ്ഡിൻലിയു. പ്രീവിയസ് ആണ്. റാണി ഗെയ്ഡിൻലിയു ഏത് സംസ്ഥാനത്താണ് ഉൾപ്പെട്ടിട്ടുള്ളത് ചോദിച്ചാൽ മണിപ്പൂരാണ്. അപ്പോൾ മണിപ്പൂരിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിത കൂടിയാണ് റാണി ഗെയ്ഡിൻലിയു എന്ന് അറിഞ്ഞിരിക്കുക. മാത്രമല്ല മണിപ്പൂരിന്റെ വിമാനത്താവളം നോക്കുകയാണെങ്കിൽ മണിപ്പൂരിന്റെ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഇംഫാലിലാണ്. മണിപ്പൂരിന്റെ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിന്റെ തലസ്ഥാനമായ ഇംഫാലിലാണ്. ഈ ഇംഫാൽ വിമാനത്താവളം എയർപോർട്ട് മറ്റൊരു പേരാണ് തുലിഹാൽ ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന്. മാത്രമല്ല മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട് ബിർ തെഗേന്ദ്രജിത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം. എന്താണ് ബിർ തെഗേന്ദ്രജിത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം? ഏതെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? ഇംഫാൽ ഇന്റർനാഷണൽ എയർപോർട്ടാണ്. അപ്പൊ ഇംഫാലിലാണ് മണിപ്പൂരിലെ പ്രധാനപ്പെട്ട വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ഇത് അറിയപ്പെടുന്ന 2 പേരുകളാണ്. ഒന്ന് തുലിഹാൽ, അതുപോലെ ബിർ തികേന്ദ്രജിത്ത്. തുലിഹാൽ, ബിർ തികേന്ദ്രജിത്ത്, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് ഉൾപ്പെട്ടിട്ടുള്ളത് മണിപ്പൂരിലെ ഇംഫാലാണ് എന്നുകൂടി ഓർത്തിരിക്കുക. മണിപ്പൂരുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അവിടുത്തെ വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വന്യജീവി സങ്കേതങ്ങൾ എന്ന് കൂടി അറിഞ്ഞിരിക്കുക, അല്ലെ? വളരെ കട്ടിയില്ലാത്ത ഒരു പേര് തന്നെയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റിയ ഒരു വന്യജീവി സങ്കേതം കൂടിയാണ്. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമായിരിക്കും. എന്താ? യാങ്കോ പോക്പി വൈൽഡ് ലൈഫ് സാഞ്ചുറി, അല്ലെ? യാങ്കോ പോക്പി വൈൽഡ് ലൈഫ് സാഞ്ചുറി അല്ലെങ്കിൽ ലോക് ചാവോ വന്യജീവി സങ്കേതം ഉൾപ്പെട്ടിട്ടുള്ളത് മണിപ്പൂരാണ്. യാങ്കോ പോക്പി, എന്റെ കൂടെ പറയുക, യാങ്കോ പോക്പി അല്ലെങ്കിൽ ലോക് ചാവോ വന്യജീവി സങ്കേതം എവിടെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ചോദിച്ചാൽ മണിപ്പൂരാണ്.
അതുപോലെ തന്നെ വളരെ എളുപ്പമുള്ള ഒരു പേരാണ് താഴെയായിട്ട് എഴുതിയിരിക്കുന്നത് അല്ലെ. എന്താ? കോങ്ചെങ് അംബാച്ചിങ്. കോങ്ചെങ് അംബാച്ചിങ് അല്ലെ. നമുക്ക് വളരെ രസകരമായിട്ട് തന്നെ പറയാം അല്ലെ. കോങ്ചെങ് അംബാച്ചിങ് മനസ്സിലാക്കുക. കോങ്ചെങ് അംബാച്ചിങ് വന്യജീവി സങ്കേതം ഉൾപ്പെട്ടിട്ടുള്ളത് നമ്മുടെ മണിപ്പൂരാണ്. അപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ള വന്യജീവി സങ്കേതങ്ങൾ യാങ്കോ പോക്പി ഓർ ലോക്ചാവോ, ദെൻ കോങ്ചെങ് അംബാച്ചിങ് വന്യജീവി സങ്കേതം ഉൾപ്പെട്ടിട്ടുള്ളത് മണിപ്പൂരാണ്. 2 നാഷണൽ പാർക്കുകൾ നമ്മൾ പഠിച്ചു. കേബിൾ ലംജാവോ നാഷണൽ പാർക്ക്, അതുപോലെ തന്നെ സിറോഹി അല്ലെങ്കിൽ ഷിറുവി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരാണ്. ഓക്കെ, ദെൻ മണിപ്പൂരുമായി ബന്ധപ്പെട്ട അടുത്തൊരു പോയിന്റ് ആണ് മനസ്സിലാക്കി വയ്ക്കുക. മുഖ്ന എന്ന് പറയുന്നത് ഒരു ഗെയിമാണ് കേട്ടോ. മുഖ്ന യുബി ലക്പി. യുബി ലക്പി മുഖ്നെ എന്നാണ്. മുഖ്ന യുബി ലക്പി. ഈ മുഖ്ന എന്ന് പറയുന്നത് ഒരു നാടോടി ഗുസ്തി രൂപമാണ്. ചിലപ്പോൾ ചോദിച്ചാലായി ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അപ്പൊ ഈ മുഖ്ന എന്ന് പറയുന്നത് അവിടുത്തെ ഒരു നാടോടി ഗുസ്തി രൂപമാണ്. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ ലായ് ഹരേബ ഫെസ്റ്റിവൽ. ഈ ലായ് ഹരേബ ഫെസ്റ്റിവലിന്റെ അവസാന നാളുകളിൽ നടത്തപ്പെടുന്ന ഒരു നാടോടി ഗുസ്തി രൂപമാണ് ഇത് മുഖ്ന. അപ്പൊ ഈ മുഖ്ന എന്ന് പറയുന്ന നാടോടി ഗുസ്തി കലാരൂപം നിലനിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാലായി മണിപ്പൂരാണ്. നമ്മൾ രണ്ടാമത് പറഞ്ഞ യുബി ലക്പി ഏതാണ്? യുബി ലക്പി. യുബി ലക്പി ഇതും ഒരു ഗെയിമാണ്. എന്താ? ഇതൊരു പരമ്പരാഗത ഫുട്ബോൾ കളിയാണ്. അപ്പോൾ മണിപ്പൂരിൽ നിലനിൽക്കുന്ന പരമ്പരാഗത ഫുട്ബോൾ കളി അറിയപ്പെടുന്നത് യുബി ലക്പി എന്നാണ്. അപ്പോൾ ഫുട്ബോൾ കളി നമ്മൾ സാധാരണയായി കാലുകൊണ്ടാണ് കളിക്കാറുള്ളത്. കൈ കൊണ്ട് എടുക്കുകയാണെങ്കിൽ അത് ഫൗളായി മാറുന്ന സന്ദർഭങ്ങൾ ഫുട്ബോളിലുണ്ട്. എന്നാൽ ഇത് കൈകൊണ്ടാണ് കേട്ടോ കളിക്കുന്നത്. കാരണം ഇത് കളിക്കുന്നത് ഫുട്ബോൾ വെച്ചൊന്നും അല്ല, ബോളൊന്നും അല്ല, തേങ്ങ വെച്ചാണ് കളിക്കുന്നത് കേട്ടോ. വളരെ രസകരമാണ്, നിങ്ങൾക്ക് അത് നോക്കിയാൽ കാണാൻ സാധിക്കും. ഒരു തേങ്ങ ഉപയോഗിച്ചാണ് ഇത് കളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് യുബി ലക്പി. അപ്പോൾ അറിഞ്ഞിരിക്കുക, പരമ്പരാഗത മണിപ്പൂരിലെ ഫുട്ബോൾ കളിയാണ് യുബി ലക്പി. ദെൻ മുഖ്ന പരമ്പരാഗത ഗുസ്തി ആണ്. ദെൻ പ്രസന്റ് മുഖ്യമന്ത്രി ആരും ചോദിച്ചാൽ ബീരേൻ സിംഗ് ആണ്. 2020 തുടർന്നുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി. ദെൻ ഗവർണർ ചോദിച്ചാൽ നജ്മ ഹെപ്തുള്ള. മുഖ്യമന്ത്രി ആരും ചോദിച്ചാൽ ബീരേൻ സിംഗ് ആണ്. ഗവർണർ ചോദിച്ചാൽ നജ്മ ഹെപ്തുള്ളയാണ്. 2020 തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്തു വേണം. അപ്പൊ ഇനിയൊരു കാലഘട്ടത്തിൽ ഇത് ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങളോളം അല്ലെങ്കിൽ കിടക്കുന്ന ഒരു നോട്ടാണ്. അപ്പോൾ മാറ്റം മുഖ്യമന്ത്രിയും ഗവർണർക്കൊക്കെ മാറ്റം വരാം. അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തോളാം. ഇപ്പോൾ നിലവിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം ചോദിച്ചാൽ അല്ലെങ്കിൽ പ്രസന്റ് 2020 നമ്മുടെ മണിപ്പൂരിന്റെ മുഖ്യമന്ത്രി ആണെന്ന് ചോദിച്ചാൽ എൻ ബീരൻ സിംഗും ഗവർണർ നജ്മ ഹെപ്തുള്ളയുമാണ്. അപ്പോൾ ഇത്രയുമാണ് മണിപ്പൂരുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അപ്പോൾ മറ്റൊരു സംസ്ഥാനവുമായി വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി അപ്പോൾ ഇനി വരുന്ന പ്രിലിമിനറി പരീക്ഷയ്ക്കും മെയിൻ പരീക്ഷയും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു സബ്ജക്റ്റുമായി വീണ്ടും കണ്ടുമുട്ടാം. ബി പോസിറ്റീവ് ഓൺലൈൻ.